നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെ നേരിടാൻ നല്ല സമയം, മോശം സമയം എന്നൊന്നുമില്ല. അവരെപ്പോഴും മികച്ച ടീമാണ്. പറയുന്നത് മൊണോക്കോയുടെ കോച്ചാണ്. സെബാസ്റ്റ്യൻ പോക്കഗ്നോളി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ 7ാം റൗണ്ടിൽ സാന്റിയാഗോ ബെർണബൂവിൽ വെച്ച് മൊണോക്കോയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 കളി. റയൽ ഇപ്പോൾ അത്ര നല്ലൊരു ഫേസിലൂടെയല്ല കടന്നു പോകുന്നത്. അപ്പോൾ അത് വെച്ചാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഇതല്ലേ റയലിനെ വീഴ്ത്താൻ, റയലിനെ നേരിടാൻ ഏറ്റവും നല്ല സമയം? അപ്പോൾ സെബാസ്റ്റ്യൻ പോക്കഗ്നോളി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഞങ്ങളുടെ ടീമിൻ്റെ കാര്യം, അല്ലാതെ റയലിൻ്റെ കാര്യമല്ല. റയലിൽ എന്ത് സംഭവിച്ചു അതിന് ഞാൻ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. കാരണം അവരൊരു ഗ്രേറ്റ് ക്ലബ്ബാണ്. നാളെ, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളെ അവർ കാര്യങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെ നേരിടാൻ നല്ല സമയം, മോശം സമയമൊന്നുമില്ല. റയൽ മാഡ്രിഡ് എപ്പോഴും റയൽ മാഡ്രിഡാണ്. അവരൊരു ഗ്രേറ്റ് ടീമാണ് എന്ന് തന്നെ മൊണോക്കോയുടെ കോച്ച് പറഞ്ഞു. അതേസമയം ഈ കളിയെക്കുറിച്ച് ഇപ്പോൾ അൽവാരോ ആർബിലോയ കൃത്യമായിട്ട് പറയുന്നത്, ടീം നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെല്ലാവരും വളരെ ഈഗറാണ്. ഇപ്പോൾ ശനിയാഴ്ചയിലെ വിജയത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഒരു ഒരു ബൂസ്റ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ പ്രധാനപ്പെട്ട മത്സരമാണ്. അപ്പോൾ ഈ കളി വിജയിക്കണം. അത് വിജയിച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് അൽവാരോ ആർബിലോയും പറയുന്നു. അതേസമയം കിലിയൻ എംബാപ്പെ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബിനെതിരെ കളിക്കാനിറങ്ങുകയാണ്. അപ്പോൾ തിലോ കെഹ്റർ, മൊണോക്കോയുടെ ഡിഫൻഡർ, എംബാപ്പയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കിലിയനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ വർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗെയിം കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നു, കൂടുതൽ മെച്യൂറായിട്ട് മാറുന്നു. ഡിഫറൻസ്, ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ പേഴ്സ്പെക്റ്റീവിലാണ് വ്യത്യാസം. അതുപോലെ തന്നെ പ്രഷറും അതിൽ വ്യത്യാസമുണ്ട്. എംബാപ്പെ തീർച്ചയായിട്ടും വേൾഡ് ക്ലാസ് സ്ട്രൈക്കറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്മോൾ സ്പേസസ് പോലും എംബാപ്പയ്ക്കും ടീംമേറ്റ്സിനും കൊടുക്കാതിരിക്കുക. അതാണ് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു മാർഗം. എന്തായാലും ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിന്നേ പറ്റൂ എന്ന് കെഹ്റർ പറയുന്നു. ഏതായാലും കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിലെ ഒരു ഫോം നോക്കുകയാണെങ്കിൽ റയൽ അവസാനമായി കളിച്ച 5 കളികളിൽ 4 വിജയിച്ചിട്ടുണ്ട്, ഒരു തോൽവിയാണ്. അതേസമയം മൊണോക്കോയുടെ കാര്യം അങ്ങനെയല്ല. മൊണോക്കോ അവസാനമായി കളിച്ച മത്സരങ്ങൾ 5 എടുത്താൽ 4 പൊട്ടി നിൽക്കുകയാണ്. അത്ര നല്ല ഒരു സ്ഥിതിവിശേഷത്തിലൂടെയല്ല ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ കണക്ക്, ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് യുവേഫ പുറത്തുവിടുന്നുണ്ട്. 2 ടീമും ഓരോ വിജയങ്ങളാണ്. 2 ടീമും പരസ്പരം 5 വീതം ഗോളുകളും അടിച്ചിട്ടുണ്ട്. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് കളിക്കളത്തിൽ നിന്ന് നോക്കാം. റയലിന് തന്നെയാണ് ആധിപത്യം, അപ്രമാദിത്യം. പക്ഷേ ഇപ്പോഴത്തെ റയലിൻ്റെ ഒരു സ്ഥിതി വെച്ച് എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. സാന്റിയാഗോ ബെർണാബുവിൽ ഇന്നും കൂവൽ മത്സരം ഉണ്ടാകുമോ, അതും കാത്തിരുന്ന് കാണും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.